ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക്. 18 കാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടമായ ഇന്ന് വോട്ടെടുപ്പ് നടന്ന മലപ്പുറം ജില്ലയിൽ പോളിംഗ് സമാധാനപരമായിരുന്നു. 122 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കായി നടന്ന തെരഞ്ഞെടുപ്പിൽ 77.38% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. രാവിലെ വോട്ടെടുപ്പ് ആരംഭിച്ച 7 മുതൽ തന്നെ ജില്ലയിൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. വോട്ടെടുപ്പ് അവസാനിക്കുന്ന വൈകിട്ട് 6-നും ചില ബൂത്തുകളിൽ വോട്ടർമാരുടെ നിരയുണ്ടായിരുന്നു. വൈകിട്ട് 6 മണിക്ക് ക്യൂവിൽ നിന്ന എല്ലാവർക്കും ടോക്കൺ കൊടുത്ത് വോട്ടെടുപ്പ് പൂർത്തിയാക്കി. മുത്തേടം പഞ്ചായത്തിലെ 7-ാം വാർഡിലെ സ്ഥാനാർത്ഥി മരണപ്പെട്ടതിനെ തുടർന്ന് ആ വാർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരുന്നു. ആ വാർഡ് കൂടാതെ 2788 വാർഡുകളിലേക്കുള്ള ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള ജനവിധിയാണ് പൂർത്തിയായത്. ജില്ലയിലാകെയുള്ള 36,18,851 വോട്ടർമാരിൽ 28,207 പേർ വോട്ട് രേഖപ്പെടുത്തി. ഇതിൽ 12,65,288 പുരുഷന്മാരും 15,34,891 സ്ത്രീകളും 28 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമുണ്ട്. നഗരസഭകളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് മഞ്ചേരിയിലാണ്. 82.93% പോളിംഗ്. ബ്ലോക്ക് പഞ്ചായത്തിൽ 82.86% പോളിംഗുമായി അരീക്കോടാണ് ഒന്നാമത്. ജില്ലയിൽ ആകെയുള്ള 51 ട്രാൻസ്ജെൻഡർ വോട്ടർമാരിൽ 28 പേർ വോട്ട് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് ആരംഭിച്ച ആദ്യ മണിക്കൂറിൽ 8.87% പോളിംഗ് രേഖപ്പെടുത്തി. 9 മണിയോട് 18.5%, 10-ന് 28.43%, 11-ന് 38.1%, ഉച്ചയ്ക്ക് 12-ന് 47.37% രേഖപ്പെടുത്തിയ പോളിംഗ് ഉച്ചയ്ക്ക് ശേഷം ദ്രുതഗതിയിലായി. 2-ന് 62.41%, 3-ന് 68.29%, 4-ന് 73.22%, 5-ന് 76.41%, 6-ന് 77.25% പോളിംഗ് രേഖപ്പെടുത്തി. 15,260 ബാലറ്റ് യൂണിറ്റുകളും 5,600 കൺട്രോൾ യൂണിറ്റുമാണ് ജില്ലയിൽ വോട്ടെടുപ്പിനായി ഉപയോഗിച്ചത്. ചിലയിടങ്ങളിൽ ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റുകൾ തകരാർ, വൈദ്യുത തടസ്സം എന്നിവ നേരിട്ടെങ്കിലും ഉടൻ തന്നെ പരിഹരിച്ച് വോട്ടെടുപ്പ് പുനരാരംഭിച്ചു. തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി 20,848 പോളിംഗ് ഉദ്യോഗസ്ഥരെയും 7,000-ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥരെയുമാണ് വിന്യസിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനും നിരീക്ഷണത്തിനുമായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇലക്ഷൻ കൺട്രോൾ റൂമും വെബ്കാസ്റ്റിംഗ് കൺട്രോൾ റൂമും പ്രവർത്തിച്ചിരുന്നു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് കൺട്രോൾ റൂം സജ്ജമാക്കിയിരുന്നത്. കൂടാതെ 295 പ്രശ്നബാധിത ബൂത്തുകളെ നിരീക്ഷിക്കുന്നതിനായി ആസൂത്രണ സമിതി ഹാളിൽ വെബ്കാസ്റ്റിംഗ് കൺട്രോൾ റൂമും പ്രവർത്തിച്ചിരുന്നു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് കേന്ദ്രീകരിച്ച് മീഡിയ സെന്ററും പ്രവർത്തിച്ചു. പോളിംഗ് നടപടികൾ പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്ന ബാലറ്റ് യൂണിറ്റുകൾ ഇവിടെയുള്ള സ്ട്രോങ് റൂമുകളിൽ കനത്ത സുരക്ഷയിൽ സൂക്ഷിക്കും. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. 27 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് നഗരസഭാ ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ച് സജ്ജമാക്കിയത്. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നത് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ്. ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ്. വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ.